നോട്ട് നിരോധനത്തെപ്പറ്റി ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി കോൺഗ്രസ്. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുതിയ നോട്ടുകളുടെ 3 സീരീസുകൾ രാജ്യത്തിന് പുറത്ത് സർക്കാർ അച്ചടിച്ച് ഇന്ത്യയിലെത്തിച്ചുവെന്നാണ് കോൺഗ്രസ് വാദം. വ്യോമസേനയുടെ വിമാനത്തിലാണ് വ്യാജ നോട്ടുകൾ ഇന്ത്യയിലെത്തിച്ചതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആരോപിച്ചു. അസാധു നോട്ടുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റി നൽകിയെന്നും ഒറ്റയടിക്ക് 320 കോടി രൂപ വരെ മാറ്റിയെടുത്തുവെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നു. നോട്ട് നിരോധനത്തെപ്പറ്റി ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി കോൺഗ്രസ്. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുതിയ നോട്ടുകളുടെ 3 സീരീസുകൾ രാജ്യത്തിന് പുറത്ത് സർക്കാർ അച്ചടിച്ച് ഇന്ത്യയിലെത്തിച്ചുവെന്നാണ് കോൺഗ്രസ് വാദം. വ്യോമസേനയുടെ വിമാനത്തിലാണ് വ്യാജ നോട്ടുകൾ ഇന്ത്യയിലെത്തിച്ചതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആരോപിച്ചു. അസാധു നോട്ടുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റി നൽകിയെന്നും ഒറ്റയടിക്ക് 320 കോടി രൂപ വരെ മാറ്റിയെടുത്തുവെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നു. സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട്. അമിത് ഷായാണ് ഇതിനുള്ള എല്ലാ സംവിധാനം ഒരുക്കിയതും നിയന്ത്രിച്ചതും. ഇപ്പോഴും നോട്ടുകൾ മാറ്റിക്കൊടുക്കുന്നതിൻ്റെ തെളിവുകളും കോൺഗ്രസ് പുറത്തുവിട്ടു. മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഗോഡൌൺ പ്രധാന കേന്ദ്രമാക്കി നടന്ന ഇടപാടിൻ്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് പുതിയ അഴിമതി വെളിപ്പെടുത്തൽ നടത്തിയത്.